പഠനങ്ങളുടെ ഫലങ്ങളിലൂടെ ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിപുലമായ പ്രവചന ഉപാധികൾ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് പ്രത്യേകമായി ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ മാനവശേഷിയും സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിന് ലഭ്യമാക്കും. ഇങ്ങനെ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതോടൊപ്പം ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി മുൻകരുതലുകൾ തയ്യാറാക്കാനും കഴിയും. ആഘാതത്തിന്റെ വ്യാപ്തി കുറക്കുവാനും പൊതുസുരക്ഷയും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായ പ്രതിരോധവും വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഈ നടപടി അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലവർഷത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ വലിയ ദുരന്തത്തിന്റെ ഭാഗമായി പലതും നമ്മുടെ അത്ര കണ്ട് സജീവമായ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ കോഴിക്കോട് വടകര താലൂക്കിൽ വാണിമേൽ പഞ്ചായത്തിൽപ്പെട്ട വിലങ്ങാട് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മഞ്ഞച്ചീളി മലയുടെ മുകളിൽ വിവിധ സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായി 6ഓളം ഉരുൾപൊട്ടലുകളുണ്ടായി. അവിടെ ജനങ്ങൾ മാറി താമസിച്ചുകൊണ്ട് മറ്റ് വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല എന്നതാണ് ആശ്വാസമായി തീർന്നൊരു കാര്യം. ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കുമ്പളച്ചോല LP സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ മഞ്ഞച്ചെളി സ്വദേശി കളത്തിങ്കൽ മാത്യു എന്ന മത്തായി ഉരുൾപൊട്ടലിൽപ്പെടുകയും ആഗസ്റ്റ് 1-ാം തീയതി രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ഇവിടെ വലിയ തോതിലുള്ള ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ദുരന്തബാധിത ചൂരൽമലയിൽ നഷ്ടമായ വീടുകൾക്ക് പകരമായി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകാൻ ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു. അതിൽ VD സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന 25 വീടുകളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യത്തിൽ.